നിങ്ങൾ എന്നെ കാണാനോ സംസാരിക്കാനോ വരണ്ട. അപ്പം എന്നെ അംബിക ഡൈവേഴ്സ് ചെയ്തല്ലേ? സന്തോഷം, ഞാൻ ഇറങ്ങുവാണ് കേട്ടാ. ഓ അല്ല, ഇത് ഏത് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയില? അതെന്തിനാ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. ദേ, മുറിക്കകത്ത് കേറി വന്നേ വേണ്ടാത്ത അപവാദം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന്? എന്തായിരുന്നു ഇതിനകത്ത്? രാജു, അച്ഛന് ഇവരെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത് തെറ്റായി പോയെന്ന അർത്ഥത്തില് ഇവര് സംസാരിച്ചു. ഇവര് എന്തൊക്കെയോ മറച്ചു വെച്ച സംസാരിക്കുന്ന എന്തോ ഗൂഢാലോചന ഇവർക്കുണ്ട്. ഇവരമ്മയ്ക്ക് മൗനം വേറെന്താ തൊഴില്? നമ്മളെ എല്ലാവരും ഇല്ലാതാക്കാൻ ഓരോ ടോർപ്പിട ഉണ്ടാക്കും. എന്നിട്ട് അത് പൊളിയും. എന്നിട്ട് വീണ്ടും അടുത്ത പരിപാടി ഉണ്ടാക്കും. വർമ്മ സാറിനെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് ഞാൻ തീർത്തനെ. എടാ, ചെലക്കാതെ ഇറങ്ങി പോടാ. എന്റെ അച്ഛന്റെ കൈ കൊണ്ടായിരിക്കും രണ്ടിന്റെ മരണം. ഓർത്തോ? കാത്തിരുന്നു. രാജു വാ. അവൾക്ക് സത്യം മനസ്സിലായി. കഷ്ടായി അല്ലേ? അവളോടി കയറി വരുമെന്ന് നമ്മൾ കരുതിയോ? ഇനി സൂക്ഷിക്കണം. ഇത്തരം സംസാരങ്ങളെ ഇനി ഇവിടെ വെച്ച് വേണ്ട. അതെല്ലാം പുറത്തു വെച്ച് മതി. രാജു സ്റ്റോറി എഴുതാനുള്ള ഉദ്ദേശമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, ഭയങ്കര ആലോചന. ഒരു കഥാകൃത്തിനെ പോലെ. ഒരു കഥയൊക്കെ ആർക്കും എഴുതാം. ഞാൻ പണ്ട് കോളേജ് മാഗസിനിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. മൈ ഗാഡ്! ഏതായാലും അത് ലവ് സ്റ്റോറി ആവാൻ ഒരു സാധ്യതയില്ല. അതൊരു ലവ് സ്റ്റോറി തന്നെ ആയിരുന്നു. ദൈവമേ, രാജു ലവ് സ്റ്റോറി എഴുതിന്നോ? എന്തായിരുന്നു സ്റ്റോറി? അതെ, ഒരു ഭിക്ഷക്കാരൻ മദാമയെ പ്രേമിച്ച കഥയായിരുന്നു. അയ്യോ, ഇപ്പോ എഴുതാൻ ഉദ്ദേശിച്ച കഥ എന്താ? ആനക്കാരന്റെയോ? കഥ എഴുത്തൊക്കെ ഞാൻ അതോടെ നിർത്തി. ഇപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യ. സീരിയസോ? എന്താ രാജു? അതായത് ഇനി മുതൽ നമ്മളെ അംബിക മേഡത്തിനോട് തൊട്ടതിനും പിടിച്ചതിനൊന്നും ഒരു വഴക്ക് വേണ്ട. പിന്നെ അവരുടെ പ്ലാനുകള് നമ്മൾ സൈലന്റ് ആയിട്ട് നടന്നുകൊണ്ട് രഹസ്യമായിട്ട് മനസ്സിലാക്കണം. മുൻപത്തെ പോലെ അല്ലാതെ മുൻകൂട്ടി അമ്മയുടെയും മകന്റെയും പദ്ധതി മനസ്സിലാക്കി അവരുടെ കള്ളം കൈയോടെ പിടികൂടണം. എന്നിട്ട് അത് വർമ്മ സാറിന് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ചേച്ചിയും മകനും ആരാണെന്നുള്ള സത്യം വർമ്മ സാർ അങ്ങനെ മനസ്സിലാക്കണം. അംബികയുടെ മുഖം മൂടി അച്ഛൻ തന്നെ മാറ്റണം. എന്നിട്ട് പിശാചിനെ ശരിക്കൊന്ന് കാണട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. നിങ്ങള് ഗൾഫിലോ മറ്റോ ആയിരുന്നില്ലേ? എന്ന് വന്നു? അല്ല,
നിങ്ങൾ എന്നാ അറബിച്ചായേ? അറബിച്ചി എന്ന് പറഞ്ഞാൽ അറബിയുടെ ഭാര്യയല്ലേ? എനിക്ക് ഒരേ ഒരു ഭർത്താവേ ഉണ്ടായിരുന്നുള്ളു. ഓട്ടം തുള്ളലുകാരൻ ഭാര്യജാഷനായിരുന്നു എന്റെ ഭർത്താവ്. പിന്നൊരു കുഞ്ഞപ്പനെന്ന് നിങ്ങൾ പറയുമായിരുന്നല്ലോ. കുഞ്ഞപ്പൻ അയാളുടെ വിളിപ്പേരാ. എന്താ അംബിക ഇത്? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും എന്നോട് കാണിക്കാത്തത്. അല്ല, അംബികയല്ലേ എന്നെ ഗൾഫിലോട്ട് അയച്ചത്? സുമലത. അല്ല, അവള് നിങ്ങൾക്ക് കാശൊക്കെ കൃത്യമായിട്ട് തരുമായിരുന്നോ? സുമലത ഒറ്റ ആഴ്ച റാസൽ കൈമേൽ അവളുടെ വീട്ടിൽ ഞാൻ നിന്നുള്ളു. ഹോ, ലോക അലവലാതിയാണ് അവള്. ഭർത്താവുമായിട്ട് ഏത് നേരവും ഫ്ലാറ്റിൽ കിടന്ന് അടിയോടടി. അയാളാണെങ്കിൽ അവളുടെ അടി കൊണ്ട് ചാവാറായി കിടക്കുക. ഞാൻ അവിടെ നിന്ന് മുങ്ങി. അയ്യോ, എന്നെ ഒരു അറബാബ് രക്ഷിച്ച്. മുഹമ്മദ് അൽ മൻസൂർ. ആര്? മുഹമ്മദ് അൽ മൻസൂർ. പിന്നെ ഞാൻ അയാളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അതായത് പുള്ളിക്കാരന്റെ ഭാര്യമാരുടെ തോഴി. ഭാര്യമാരോ? ആ, മൂപ്പർക്ക് മൊത്തം 3 ഭാര്യമാരുണ്ടായിരുന്നു. ഫാത്തിമ അൽ മൻസൂരി, ഐഷ അൽ മൻസൂരി, സൂറ അൽ മൻസൂരി. ആ 3 പേരുടെ സേവകയായി മൻസൂർ എന്നെ നിയമിച്ചു. ഞാൻ ലീവിന് വന്നതാ. എനിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് ചെല്ലാം. എന്നിട്ടേ സുമലത പറഞ്ഞല്ലോ നിങ്ങളെ ഏതോ കാട്ടറബി പിടിച്ചോണ്ട് പോയിന്ന്. അവളെ കെട്ടിയവനാണ് പിടിച്ചോണ്ട് പോയത്. ആട്ടെ പോട്ടെ, നിക്കട്ടെ, അതവിടെ നിക്കട്ടെ. അല്ല, അംബിക ഇതിനിടയിൽ മന്ത്രിയായെന്ന് കേട്ടല്ലോ. ആ, ഞാൻ മിനിസ്റ്ററായി. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ്. മന്ത്രിയായപ്പോ കാശ് വിഴുങ്ങാൻ വെപ്രാളം. കോടികൾ അടിച്ചു മാറ്റി ലോക്കപ്പിലും ആയി. ഹോ, ലോക്കപ്പിലിട്ട് പോലീസുകാർ ഇടിയോടിടിയായിരുന്നല്ലേ. ദേ തള്ളേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ ഒരു പോലീസുകാരും തല്ലിയില്ല. അല്ല, നാട്ടുകാര് ചിലര് പറയുന്നത് കേട്ട് ഇനി അവരുടെ വക തല്ലും കിട്ടുമെന്നൊക്കെ. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ നിങ്ങളോട്ട് ഒരു ബന്ധവുമില്ല. അല്ല, അങ്ങനെ അറുത്തു മുറിച്ചാ മുറിയുന്ന ബന്ധം അല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്. ഇൻഷാ അല്ലാഹ് യാ റസൂൽ, നമ്മൾ തമ്മിലുള്ള ബന്ധം നല്ല പുട്ടും കടലയും പോലുള്ളതാ. പണ്ടേ നിങ്ങൾ രാജുവിന്റെ ബന്ധുവാണെന്ന് കരുതിയേ ഞാനൊരു പരിഗണന തന്നിരുന്നു. ഇനി ഞാനതല്ല, വേറെ ലെവലാ. വേറെ ലെവലോ? അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാനോ സംസാരിക്കാനോ വരണ്ട. അപ്പൊ എന്നെ അംബിക ഡൈവേഴ്സ് ചെയ്തല്ലേ? സന്തോഷം, ഞാൻ ഇറങ്ങുവാണ് കേട്ടാ. ഓ, അല്ല, ഇത് ഏത് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാ? അതെന്തിനാ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. പിന്നെ ആ ജഗന്നാഥനെ വെടിവെച്ച് കൊല്ലാൻ പോയി